വിദ്യാർത്ഥികളെ ആദരിച്ച് വാട്സപ്പ് കൂട്ടായ്മ. 1987 CFHS കൊട്ടിയം സ്കൂളിൽ നിന്നും 10ാം ക്ലാസ് പൂർത്തിയാക്കിയിറങ്ങിയ വിദ്യാർത്ഥികളുടെ കൂട്ടായ്മയാണ് തിരുമുറ്റം ഗ്രൂപ്പ് വാട്സപ്പ് കൂട്ടായ്മ. ചേർന്ന് രൂപീകരിച്ച ഈ തിരുമുറ്റം 1987 ബാച്ച് 2 വർഷം പിന്നിടുകയാണ്. ഞങ്ങളുടെ ഈ ചെറിയ കൂട്ടായ്മ ഇപ്പോൾ പല നല്ല കാര്യങ്ങൾ, ജീവകാരുണ്യ പ്രവർത്തനങ്ങളും സാമൂഹിക സാംസ്കാരിക മേഖലകളിലെല്ലാം തന്നെ ശ്രദ്ധ പതിപ്പിച്ചുകൊണ്ട് പല കാര്യങ്ങൾ ഞങ്ങളുടെ കൂട്ടുകാരുടെ ഇടയിലും നമ്മുടെ ഈ CFHS കുട്ടികൾക്ക് ഉണ്ടാകുന്ന ഏത് സുഖ സന്തോഷങ്ങളും പങ്കെടുക്കുക, അവരെ സാന്ത്വനിപ്പിക്കുക, അവരെ സഹായിക്കുക എന്നുള്ള ഒറ്റ ലക്ഷ്യം കൊണ്ട് മാത്രമാണ് ഞങ്ങൾ ഈ കൂട്ടായ്മ ഉദ്ദേശിക്കുന്നത്. ഞങ്ങൾ ഈ ചടങ്ങ് സംഘടിപ്പിക്കാൻ തന്നെ കാരണം ഇപ്പോൾ സാറ് എല്ലാ കാര്യങ്ങളും ഞങ്ങളോട് വിശദമായി സംസാരിച്ചു. ഞങ്ങൾ കൂടുതൽ കാര്യങ്ങളൊന്നും പറയുന്നില്ല, സ്കൂൾ സമയമായിരിക്കുകയാണ്. കൂട്ടായ്മ അംഗങ്ങളുടെ നേതൃത്വത്തിൽ ഒക്ടോബർ 10 ഹരിയാനയിൽ നടന്ന 12ാമത് സ്റ്റുഡൻസ് ഒളിമ്പിക്സിൽ കേരള ഫുട്ബോൾ ടീമിന് വേണ്ടി വിജയിച്ച CFHS 7ാം സ്റ്റാൻഡേർഡ് വിദ്യാർത്ഥിയായ നികേഷ് ബിജുവിനെയും കൊട്ടിയം ഉമയനല്ലൂർ ഏലായിൽ വെള്ളത്തിൽ വീണ 1ാം ക്ലാസ്സുകാരനായ രാമൻ എന്ന കുട്ടിയെ രക്ഷപ്പെടുത്തിയ സ്കൂളിലെ 7ാം സ്റ്റാൻഡേർഡ് വിദ്യാർത്ഥിയായ സെയ്ദലി എന്നിവരെയുമാണ് മൊമന്റോയും ക്യാഷ് അവാർഡും നൽകി ആദരിച്ചത്. മുങ്ങിയിട്ടും സൈക്കിളുമായിട്ട് രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന 1ാം ക്ലാസ്സുകാരൻ മുങ്ങിത്താണ് പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ അവന് സൈക്കിൾ വല്ലോണ്ടതും ആയതുകൊണ്ട് ഈ സൈക്കിള് തിരിച്ചു കൊടുക്കേണ്ടതാണ്. അപ്പൊ അത് നഷ്ടപ്പെട്ടു പോകരുതെന്നുള്ള വ്യഗ്രതയിലാണ് അവൻ. പക്ഷെ ഇവൻ മുങ്ങിത്താണ് പോകുന്നത് കണ്ടിട്ട് ഒന്നും ആലോചിക്കാതെ എടുത്തു ചാടുകയും അവനെയും അവന്റെ സൈക്കിളും ഒക്കെ വലിച്ച് കരയ്ക്ക് കയറ്റി രക്ഷപ്പെടുത്തുന്ന ആ ഒരു സമയോചിതമായ ഇടപെടൽ നടത്തിക്കൊണ്ട് ഒരു പിഞ്ചു ജീവനെ 1ാം ക്ലാസ്സുകാരനെ രക്ഷിക്കാൻ കാണിച്ച ഒരു മനസ്സ് എന്ന് പറയുന്നത് അത് ഒരു വലിയ ആളിന്റെ മനസ്സാണ്. ആളെന്ന് പറയുമ്പോൾ പ്രായത്തിലും പക്വതയിലും മാത്രമല്ല, മാനസികമായിട്ട് തന്നെ നമ്മളെക്കാളൊക്കെ മുകളിൽ നിൽക്കുന്ന ഒരാളാണ് സെയ്ദലി എന്ന് പറയുന്നതിൽ എനിക്ക് അഭിമാനമുണ്ട്. അത് നമ്മുടെ കൊട്ടിയം സ്കൂളിലെ CFHS സ്കൂളിലെ വിദ്യാർത്ഥിയാണ് എന്ന് പറയുമ്പോൾ അത് കുറച്ചുകൂടി നമുക്ക് ആനന്ദം തരുന്നു, ആഹ്ലാദം തരുന്നു. ആ ആഹ്ലാദത്തിലാണ് ഇപ്പോൾ നമ്മൾ കുറെ നാളായിട്ട് എല്ലാവരും സെയ്ദലിയെ പല രൂപത്തിൽ ആദരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ വാർത്ത അറിഞ്ഞിട്ടാണ് നമ്മുടെ അക്ഷരമുറ്റം ബാച്ചുകാര് സെയ്ദലിക്ക് ഇങ്ങനെ ഒരു ആദരം കൊടുക്കണം എന്ന് നമ്മളെ വിളിച്ചറിയിച്ചത്. അതിനിടയിൽ സ്കൂൾ HM ജോസ് സക്കരിയ, വാട്സപ്പ് ഗ്രൂപ്പ് പ്രസിഡന്റ് നാസർ കുഴിവേലിൽ, സെക്രട്ടറി ജോയി, അംഗങ്ങളായ അശോകൻ, രാജേഷ്, സാബു, സജീവ്, മുസ്തഫ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് കേരളം 24.